നമസ്കാരം. പ്രതിഷേധത്തിന്റെ തീച്ചൂളയിൽ പിടഞ്ഞു വീണ ആ യുവ നേതാവിനെ, സ്വന്തം ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ആ ജനപ്രതിനിധിയെ ലാത്തിയടിച്ച് നിശബ്ദമാക്കാൻ ഭരണകൂടം ശ്രമിച്ചപ്പോൾ കേരളം ആകാംക്ഷയോടെ കാത്തിരുന്നു. കാരണം ഞങ്ങൾക്കറിയാമായിരുന്നു, ചോരയൊലിപ്പിച്ചാണ് ഷാഫി പറമ്പിൽ തിരിച്ചു വരുന്നത് എങ്കിൽ ആ ശബ്ദത്തിന് ഇരട്ടി ശക്തി ഉണ്ടാകും. ആ വാക്കുകൾക്ക് CPM-ന്റെ കള്ളക്കോവണി പിളർത്താനുള്ള മൂർച്ചയുണ്ടാകും എന്ന കാര്യം. ഇതാ പരിക്കിൽ നിന്ന് മോചിതനായി അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുന്നു. ഭരണകൂടത്തിന്റെ കപടമുഖം വലിച്ചു കീറി കേരളത്തിന് മുന്നിൽ വെച്ചിരിക്കുകയാണ് ഷാഫി പറമ്പിൽ. ഷാഫി ഉന്നയിച്ച ഓരോ ആരോപണവും വെറും രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് പോലീസിനുള്ളിലെ ക്രിമിനൽ വൽക്കരണത്തിന് മേൽ ആഞ്ഞടിച്ച ഇരുമ്പുലക്കെയാണ്. നിങ്ങൾ കേട്ടത് ശരിയാണ്. ഷാഫിയെ ചതച്ച പോലീസ് ഉദ്യോഗസ്ഥൻ കേവലം ഒരു ഉദ്യോഗസ്ഥനല്ല. ഭൂമാഫിയ ബന്ധത്തിന്റെ പേരിലും ബലാത്സംഗ കേസിലെ വീഴ്ചയുടെ പേരിലും സർവീസിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട ഒരു ക്രിമിനൽ ആയിരുന്നു അയാൾ. എന്നിട്ടും CPM-ന്റെ രഹസ്യ ഒത്താശയോടെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് അയാൾക്ക് സർവീസിലേക്ക് പുനർപ്രവേശം നൽകി. ഇതാണ് കേരളത്തിലെ നിയമവാഴ്ചയുടെ ഇന്നത്തെ ദുരവസ്ഥ. ഇവിടെയാണ് ചോദ്യം ഉയരുന്നത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ഉദ്യോഗസ്ഥരെ, രാഷ്ട്രീയ ഗുണ്ടകളെ എന്തിനാണ് CPM ഇത്ര രഹസ്യമായി പോലീസിൽ തിരികെ കയറ്റുന്നത്? പ്രതിപക്ഷം ഒരു പ്രതിഷേധം നടത്തിയാൽ, ജനം ചോദ്യങ്ങൾ ചോദിച്ചാൽ അവരുടെ തല തല്ലിപ്പൊളിക്കാൻ വേണ്ടി മാത്രമുള്ള സ്വകാര്യ സൈന്യമായി പോലീസ് സേനയെ മാറ്റാനല്ലെങ്കിൽ മറ്റെന്തിനാണ് ഈ ഒളിച്ചുകളി? ഈ രഹസ്യ പുനർനിയമനം നിയമസഭയിൽ നിന്ന് പോലും മറച്ചുവെച്ചു എന്നതാണ് സത്യം. ഈ സർക്കാർ ജനാധിപത്യത്തോട് കാണിക്കുന്ന കൊടും ചതിയുടെ ആഴം വെളിവാക്കുന്നതാണ് ഈ സംഭവം. ഷാഫി പറമ്പിൽ ഉന്നയിച്ച അത്യധികമായ ആരോപണം ഏറ്റവും മൂർച്ചയുള്ളതാണ്. ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഭരണകൂടം മെനഞ്ഞ കള്ളക്കളിയായിരുന്നു പെരുമ്പറയിലെ ആസൂത്രിത ലാത്തി ചാർജ്. ജനങ്ങൾ ഇത് മനസ്സിലാക്കി. ഷാഫിയുടെ മൂക്കൂട് തകർത്ത ആ ലാത്തിന്റെ ശബ്ദത്തെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. ഒരു പോരാളി പരാജയപ്പെട്ടാൽ അടുത്ത പോരാളി അവിടെ ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തോൽപ്പിക്കാൻ ശ്രമിച്ചവരുടെ കള്ളക്കഥകളെയാണ് അദ്ദേഹം തകർത്തത്. ഒരു ജനപ്രതിനിധിക്ക് നേരെ നടന്ന ഈ അനീതിക്കെതിരെ കേരളത്തിന്റെ മനസാക്ഷി ഉണർന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. കാരണം ഇന്ന് ഷാഫിയെങ്കിൽ നാളത്തെ ഇര ഈ നാട്ടിലെ സാധാരണ പൗരന്മാരായിരിക്കും. ഒരു ജനപ്രതിനിധിക്ക് പോലും ഭരണകൂട ഭീകരതയിൽ നിന്ന് രക്ഷയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുന്നുവെങ്കിൽ ഇനി എന്താണ് ഇവിടുത്തെ സാധാരണക്കാരന്റെ അവസ്ഥ? ജനാധിപത്യപരമായ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തതിന്, പൊതുജനത്തിന്റെ ചോദ്യങ്ങൾ ഭരണകൂടത്തിന് നേരെ ഉയർത്തിയതിന് ഒരു യുവ MP-ക്ക് സ്വന്തം മണ്ഡലത്തിൽ പോലീസ് ലാത്തി കൊണ്ട് മറുപടി നൽകി. ഷാഫി പറമ്പിൽ MP-ക്ക് നേരെ പെരുമ്പറയിൽ നടന്നത് കേവലം ഒരു പോലീസ് നടപടിയല്ല, മറിച്ച് ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ ഇല്ലാതാക്കാൻ ഭരണകൂടം നടത്തിയ ഗൂഢാലോചനയാണ്. നീതിന്യായ വ്യവസ്ഥയെയും നിയമവാഴ്ചയെയും CPM-ന്റെ സ്വന്തം ആയുധശാലയാക്കി മാറ്റാനുള്ള ഏറ്റവും പുതിയതും ഞെട്ടിപ്പിക്കുന്നതുമായ ഉദാഹരണമാണ്. പരിക്കേറ്റ് തിരിച്ചെത്തിയ ശേഷം ഷാഫി പറമ്പിൽ ഉന്നയിച്ച വെളിപ്പെടുത്തലുകൾ കേരള സമൂഹത്തെ ഒന്നാകെ ഞെട്ടിക്കുന്നതാണ്. ഭൂമാഫിയ ബന്ധത്തിന്റെ പേരിൽ പുറത്താക്കിയ ഉദ്യോഗസ്ഥനെ രഹസ്യമായി തിരിച്ചെടുത്ത് ക്രിമിനൽ സ്വഭാവമുള്ളവരെ പോലീസ് സേനയിൽ ഗുണ്ടകളായി ഉപയോഗിക്കുകയാണ് CPM ചെയ്യുന്നത് എന്ന ആരോപണം അതീവ ഗൗരവകരമാണ്. ഈ പുനർനിയമനം ഒരു സൂചനയാണ്. പോലീസിനുള്ളിലെ ക്രിമിനൽ വൽക്കരണം ഒരു യാദൃശ്ചിക സംഭവമല്ല, മറിച്ച് ഭരണപക്ഷത്തിന്റെ വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയാണിത്. പ്രതിഷേധിക്കുന്നവരുടെ തല തകർക്കാൻ, സർക്കാരിന് നേരെ ചോദ്യങ്ങൾ ഉയർത്തുന്ന ജനപ്രതിനിധികളെ ലാത്തിയടിച്ചൊതുക്കാൻ ഭരണകക്ഷിയുടെ കയ്യാളായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കുന്ന ഈ നടപടി ഒരു താക്കീതാണ്. ഒന്നുകിൽ ചോദ്യങ്ങൾ ചോദിക്കാതെ നിശബ്ദരാക്കുക, അല്ലെങ്കിൽ ആക്രമണം നേരിടാൻ നിങ്ങൾ തയ്യാറാവുക. ഷാഫി പറമ്പിലിന്റെ മൂക്കിൻകൂട് തകർത്ത ആ ലാത്തി ലക്ഷ്യം വെച്ചത് അദ്ദേഹത്തിന്റെ ശരീരത്തെ മാത്രമല്ല, ഈ രാജ്യത്തെ പൗരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയാണ്. കുറ്റം ചെയ്തവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. അധികാരത്തിന്റെ തണലിൽ നിങ്ങൾ ചെയ്യുന്ന ഈ അതിക്രമങ്ങൾക്ക് അധിക കാലം ആയുസുണ്ടാവില്ല. ഒരു ജനപ്രതിനിധിയെ ആക്രമിക്കാൻ കൂട്ടുനിന്ന പോലീസിലെ കറുത്ത കൈകൾ ആരായാലും അവർ നിയമത്തിന് മുന്നിൽ വരും. നിയമം അനുസരിക്കേണ്ടവർ തന്നെ നിയമം കയ്യിലെടുക്കുമ്പോൾ ആ കൈകൾക്ക് ബലമേകിയ ഭരണകൂടവും ഒപ്പം വിചാരണ നേരിടേണ്ടതായി വരും. അധികാരം ഇന്ന് നിങ്ങളുടെ കയ്യിലായിരിക്കാം, എന്നാൽ ചരിത്രം എന്നും ജനപക്ഷത്താണ്. പോലീസ് സംവിധാനത്തെ CPM-ന്റെ രാഷ്ട്രീയ ചട്ടുകമായി മാറ്റാനുള്ള ശ്രമം ഇവിടെ വില പോകില്ല. ശബരിമലയിലെ തിരിമറികളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനാണ് ഈ ആക്രമണം എന്ന ആരോപണം ശരിയാണെങ്കിൽ ഓർക്കുക,
ഈ ലാത്തിയൊടി കൊണ്ടും പൊതുസമൂഹത്തിന്റെ കണ്ണുകൾ അടപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ജനാധിപത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി ഷാഫി പറമ്പിലിനൊപ്പം കേരളത്തിലെ ഓരോ സാധാരണ പൗരനും അണിനിരക്കുക തന്നെ ചെയ്യും.